ഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നിങ്ങൾ റമദാനിന്റെ രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങൾ രാത്രി നമസ്കരിക്കുകയാണെങ്കിൽ, തറാവീഹ് നമസ്കരിക്കുകയാണെങ്കിൽ, അതിന്റെ പേരിൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ്. മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദറിൽ ആരെങ്കിലും അതിനാദരിക്കുകയും അവിടെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അവന്റെ സർവ്വ പാപങ്ങളും കഴിഞ്ഞു പോയത് പുറത്തു നൽകുമെന്നാണ്. എന്താ സ്വീകരിച്ചൂടെ നമുക്ക്? അള്ളേ പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളൊന്നും തീരുമാനിക്കുക. എന്താ നമ്മളെ അടുത്ത് ഒരു ദുശ്ശീലുള്ളത് എന്ന് ഓരോരുത്തർക്കും അവനാനറിയും, ശരിക്കും കൃത്യമായിട്ട് അറിയും. ലഹരിക്ക് അടിമപ്പെട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. അതുപോലെ സൈബർ സെക്സിന് അടിമപ്പെട്ടവനുണ്ടെങ്കിൽ അത് മനസ്സിലാവും. അന്യ സ്ത്രീകളോട് ഇപ്പോഴും സ്വന്തം ഭാര്യ അറിയാതെ, കുടുംബം അറിയാതെ ഇപ്പോഴും ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബന്ധം അവസാനിപ്പിക്കണമെന്ന് അവൻ്റെ മനസ്സ് പറയുന്നുണ്ട്, അവളുടെ മനസ്സ് പറയുന്നുണ്ട് അവിഹിതങ്ങൾ അവസാനിപ്പിക്കണമെന്ന്. അങ്ങനെ എന്തൊക്കെ തെറ്റുണ്ടോ, അതുപോലെ പലിശയിൽ മുങ്ങിയ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയാണ് നമുക്കുള്ളതെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്ന് നമ്മളെ മനസ്സ് പലപ്പോഴും പറയുന്നുണ്ട്. ഈ റമദാനിൽ സുഹൃത്തുക്കളെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. എന്താ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഇവിടുന്ന് ഇങ്ങനെ തൽക്കാലമാണ് പോകും. പല ആൾക്കാരുടെ അവസ്ഥ എല്ലാവരും കൊന്നാൽ ഞാനോട് മരിച്ച വിഷയമാണ് തീർന്നു എന്നാണ്. അതൊന്നുമല്ല. കബറിലും കൊണ്ടുവച്ചാൽ മനുഷ്യന്മാരും മടങ്ങുന്നതോടുകൂടി അവിടെ രണ്ടാമത് ജീവൻ തരും, മലക്കണ് വരും. എന്നിട്ട് മുറസ്സബ എന്ന് പറഞ്ഞ ഇരുമ്പിൻ്റെ വടി കൊണ്ട് മൂർദാവിൽ അടിക്കുന്നതാണ്. ചോദ്യം കട ചോദിക്കും, ഒരു രക്ഷപ്പെടുക. ഫൈനൽ എക്സിറ്റ് എന്നാ സാധാരണ ആത്മഹത്യനെ പറ്റി ആൾക്കാർ പറയാം. അല്ല, ഇസ്ലാമികമായിട്ട് ഫസ്റ്റ് എൻട്രൻസ് ആണത്. ശരിക്കുള്ള ജീവിതത്തിലുള്ള എൻട്രൻസ് ആണ്. പരലോകത്തോ? നാളെ പരലോകത്ത് നരകത്തിലേക്ക് തള്ളുമ്പോ എന്താ? ആ നരകത്തിന്റെ ഗൗരവത്രേ. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. അതാ അതിന്റെ ഗർജനം കേട്ട് അത് തിളച്ചു മറിയും. ഇദാ ഉൽഖൂ, ആ നരകത്തിലേക്ക് അവർ എറിയപ്പെടുമ്പോ അതിന്റെ ഗർജനം അവർക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റുമെന്നാണ്. തകാദു തമയ്യസു മിനൽ ഗൈബ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. തകാദു വദാകുമാറാകും, തമയ്യസു മിനൽ ഗൈദ്, ഉഗ്രകോപത്താൽ അത് വേർപെട്ടു പോകും. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, ഓരോ കൂട്ടത്തെയും ആ നരകത്തിലേക്ക് ഇങ്ങനെ ഇടുമ്പോ സഅലഹും, അവരോട് ചോദിക്കപ്പെടും, ഖസനതുഹാ, അതിന്റെ കാവൽക്കാര്, അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലേ എന്ന് ചോദിക്കും. ഖാലു, അവർ പറയും, ബലാ, വന്നിരുന്നു. ഖദ് ജാഅനാ നദീർ, താക്കീതുകാർ വന്നിരുന്നു, പ്രവാചകന്മാർ വന്നിരുന്നു, മുന്നറിയിപ്പുകാർ വന്നിരുന്നു, ഖുതുബകൾ ഞാൻ കേട്ടിരുന്നു, പ്രസംഗങ്ങൾ ഞാൻ കേട്ടിരുന്നു, ഈ നരകത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഫകദ്ദബ്നാ, ഞങ്ങളത് കളവാക്കി. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇന്നൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, അത് വലിയ ഒരു വലുതായിട്ടുള്ള വഴികേട് മാത്രമാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളി. വഖാലു, എന്നിട്ട് അവർ പറയാണ്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, അന്നാ പറഞ്ഞു കേട്ടത് ഞങ്ങൾ